കൊച്ചിയിലെ ഹോട്ടലുകളിൽ ഭക്ഷണവില തോന്നിയ പോലെ പാചകവാതക പ്രതിസന്ധി കനത്തതോടെ ചായയടക്കം മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിൽ പലതിന്റെയും വില കൂടുകയാണ്. പല റെസ്റ്റോറന്റുകളിലും ചായയ്ക്ക് 10 മുതൽ 25% വരെ വില കൂട്ടി. ചിലയിടങ്ങളിൽ ചായ വില 20 രൂപയായി. പൊറോട്ട, ബിരിയാണി തുടങ്ങിയവയ്ക്കും ചിലയിടങ്ങളിൽ വില കൂട്ടിയിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധിക്കൊപ്പം തൊഴിലാളി ക്ഷാമം രൂക്ഷമായതും വില വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ചെന്നാണ് ഹോട്ടൽ ഉടമകളുടെ വിശദീകരണം. കൊച്ചിയിലെ കാര്യം പറയുകയാണെങ്കിൽ ഹോട്ടലുകളിൽ ഭക്ഷണവില തോന്നിയ പോലെയാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരേ നിലവാരത്തിലുള്ള ഹോട്ടലുകളിലാണ് ചായയ്ക്കും ഊണിനുമടക്കം വിവിധ നിരക്കുകൾ ഈടാക്കുന്നത്. ചായയ്ക്ക് 10 മുതൽ 18 രൂപ വരെ വിവിധ ഹോട്ടലുകളിൽ ഈടാക്കുന്നുണ്ട്. ഊണിനാകട്ടെ 80 മുതൽ 140 രൂപ വരെ ഈടാക്കുന്നുണ്ട്. വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാതെയാണ് പലയിടങ്ങളിലും വിവിധ നിരക്ക് ഈടാക്കുന്നത്. കരിഞ്ചന്തയിൽ നിന്ന് സിലിണ്ടറുകൾ വാങ്ങേണ്ടി വരുന്നത് കൊണ്ടാണ് ഭക്ഷണത്തിന് വില കൂട്ടേണ്ടി വരുന്നതെന്നാണ് ഹോട്ടൽ ഉടമകളുടെ വാദം. കൂടാതെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷാമവും വിലവർദ്ധനവിന് കാരണമായി ഹോട്ടൽ ഉടമകൾ പറയുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പകരം മലയാളികളെ പണിക്ക് നിർത്തുന്ന സമയത്ത് കൂടുതൽ തുക നൽകേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. എന്നാൽ കൊച്ചിയിൽ ലൈസൻസുള്ള ഹോട്ടലുകളിൽ 60%-ലേറെ പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് കരിഞ്ചന്തയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അമിത നിരക്ക് ഈടാക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KT റഹീം പറഞ്ഞു. അതിനിടെ രാജ്യത്ത് കടുത്ത ഇന്ധനക്ഷാമം അനുഭവപ്പെടുന്നതിനിടെ വാണിജ്യ പാചകവാതക സിലിണ്ടർ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ 19 കിലോ ഭാരമുള്ള വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ 993 രൂപയുടെ വർധനമാണ് വരുത്തിയിരിക്കുന്നത്. ഇതോടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071.50 രൂപയായി ഉയരും. മുംബൈയിൽ LPG വില 2031 രൂപയിൽ നിന്നും 3024 രൂപയായി വർദ്ധിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിച്ച് റെസ്റ്റോറന്റുകളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില ഇനിയും കൂടിയേക്കും.